അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്ക് 5 പെണ്ണിനെയും ഒരാണിനെയാണ് പടച്ചോൻ തന്നത്. എന്നാലോ മക്കളായിട്ട് ആൺകുട്ടികൾ കുറേ ഉണ്ട്. ഓരോ കൂട്ടത്തിൽ മൂത്ത ആളിപ്പോൾ ഈയാണ്. ഉപ്പാപ്പ എന്തിനാ എന്നോട് ഇങ്ങനെ വളച്ചു കെട്ടി കാര്യം പറയണത്? കാര്യം എന്താ വെച്ചാൽ പറ പാപ്പ. ഞങ്ങളെ പേരക്കുട്ടിയല്ലേ. ഈ തോളിൽ കയറി കളിച്ചും ഈ നെഞ്ചത്തുറങ്ങിയും വളർന്നവനല്ല ഞാൻ. എനിക്കൊരു മകനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഓനെക്കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുണ്ട് ഈ നാട്ടിൽ. ആ കുട്ടിനെയും കുടുംബത്തിനെയും എനിക്ക് പെരുത്ത് ഇഷ്ടമാണ്. ആ കുട്ടീനെ എനിക്ക് കല്യാണം കഴിച്ചൂടെ? ഏതാ കുട്ടി? നമ്മളെ ഉമ്മർട്ടിൻ്റെ മകള് സീനത്ത്. ഏതായാലും നിങ്ങൾ ഭാഗ്യവാന ഉമ്മർക്ക. ഇത്ര നല്ല ബന്ധം ഈ നാട്ടിൽ ആദ്യമായിട്ടാ. പടച്ചോന്റെ റഹ്മത്താണ്. അല്ല, നമ്മൾ പറഞ്ഞ കാര്യം എന്തായി? അല്ല, പണ്ടവും പണമൊന്നും ഇല്ലാതെ ഒരു കെട്ടാൻ തയ്യാറായ സ്ഥിതിക്ക് വെറുതെ കടം വരുത്തണം ഉമ്മർക്ക. കടമൊന്നും വരൂല. ഒരു 10 സെന്റ് സ്ഥലം വെക്കുന്നുണ്ട്. ആൾക്കാരും വന്നു നോക്കുന്നുണ്ട്. വില അങ്ങോട്ട് ഉയരുന്നില്ല. ഈ സമയം കിട്ടുന്ന വിലക്ക് വിൽക്കുന്ന ആൾക്കാർക്കും അറിയാം. ഒരു വിധം ഒത്താ കച്ചവടം അടിക്കും. പണ്ടവും പണവും മാണ്ടാന്ന് ആചാര് പറഞ്ഞെങ്കിലും എന്തെങ്കിലും കുട്ടിന്റെ മേലില്ലാതെ ഞാൻ കുറച്ചില്ല. ആചാര്യ നിലയും ബലിയും വെച്ച് നോക്കുമ്പോ ഇഞ്ഞക്കോടൊന്നും ചെയ്യാൻ കഴിയൂല. എന്നാലും ആചാര്യ ബസ്സിലാക്കാൻ പറ്റുമോ? ആയിക്കോട്ടെ, പണ്ടങ്ങൾ എത്ര വേണമെങ്കിലും സൗകര്യം പോലെ വന്നെടുത്തോളി. കാശുങ്ങൾ കിട്ടുമ്പോ തന്നാ മതി. അൽഹംദുലില്ലാ. എന്നാല് ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. ഉമ്മറേ, ആ ഈ ആചാരിപ്പം എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? ഇങ്ങോട്ട് കയറി ഇരിക്കുക ആചാര്യ. ഉമ്മറേ, എന്ത് തോന്നിയാ സജ്ജി ചെയ്തത്? ഈ ജ്വല്ലറി പോയി പണ്ടം കടം ചോദിച്ചോ? ഇജിന്റെ മാനം കളഞ്ഞില്ല എമ്മറേ. ആൾക്കാരെന്താ പറയാ? രഹസ്യമായി മൂസാജി പണ്ട് ആവശ്യപ്പെട്ടൂന്ന്. ഇങ്ങനെ ഒരു കല്യാണം നടത്താൻ എന്റെ മാനം വെക്കണല്ലേ? ഇക്കാലത്തില് മൂസാജിന്റെ പേരക്കുട്ടിനെ കൊണ്ട് എന്റെ മകളെ കെട്ടിക്കൂന്നിച്ച് വിചാരിച്ചിക്കണമെങ്കിൽ അനക്ക് തെറ്റിപ്പോയി മറ. ഉമ്മറേ, പണ്ടവും പണവും മാണ്ടാന്ന് മൂസാജി പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാണ്ടാന്ന് തന്നെയാണ്. അല്ലെങ്കിൽ എനിക്കെന്തിനാടോ എൻ്റെ പറമ്പ് വിറ്റ പൈസ കൊണ്ട് വാങ്ങിയ പണ്ടം? എന്നാ ഇത് കണ്ടോ, ഇത് മുഴുവൻ എൻ്റെ മാക്കുള്ള പണ്ടാ. എന്നാ പിടിക്ക്. ഈ പേരിൽ ഇന്ന് മുതൽക്ക് സന്തോഷം ഉണ്ടായി കാണണം. എല്ലാരും ഒന്ന് ചിരിക്കും കളിക്കും ചെയ്യും. മോളെ, ദാചേര് തന്നതാ. മരക്കാരെ, ഓയ് ഇവിടെ വാ. അടച്ചോനെ, കണ്ടും ചെയ്തത് എന്താണ്? ഈ ആചാരം നേരത്തെ തന്നെ ആളപ്പത് കണ്ട്. ഇപ്പം എന്താ ഇപ്പം മൂപ്പരോട് ഞാൻ പറയേണ്ടി? ചെന്നാൽ തീർച്ച തന്നെ അല്ലാത്താട്ട്. എന്താ ചേരെ? ഉമ്മറിന്റെ പറമ്പ് തൽക്കാലം വിൽക്കണില്ല. അഡ്വാൻസ് വാങ്ങിപ്പോയല്ലോ. അത് ഉമ്മറ് തരും.
വേഗം ചെല്ല്, പോകാൻ പറ. ആ ആയിക്കോട്ടെ. ഇനി എന്നെ ഇവിടെ കണ്ടാലേ ഇതിന്റെ കയ്യിന്റെ ചൂട് നല്ലോണം അറിയും. കുറ്റിയും പറിച്ച് വേഗം തടിയെടുത്തോളി ചങ്ങായിമാരെ ജീവമാണെങ്കിൽ.